നമസ്കാരം. ലോകരാഷ്ട്രീയത്തെ വീണ്ടും യുദ്ധത്തിന്റെ തീക്കളത്തിലേക്ക് തള്ളിവിടുന്ന രീതിയിലാണ് US ഇപ്പോൾ മുന്നേറുന്നത്. കിഴക്കൻ പസഫിക് സമുദ്രത്തിൽ ഒരു കപ്പലിനെ ലക്ഷ്യമിട്ട് നടത്തിയ പുതിയ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടെന്ന വാർത്ത പുറത്തു വന്നതോടെ ഇത് ഒറ്റപ്പെട്ട സൈനിക നടപടിയല്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. മറിച്ച് യുദ്ധത്തെ കൂടുതൽ രൂക്ഷമാക്കാനും ഭീതിജനകമായ തലത്തിലേക്ക് ഉയർത്താനുമുള്ള ഒരു വ്യാപക തന്ത്രത്തിന്റെ ഭാഗമാണിതെന്ന വിലയിരുത്തലാണ് ശക്തമാകുന്നത്. കിഴക്കൻ പസഫിക് സമുദ്രത്തിൽ ലഹരിമരുന്ന് കടത്തുകയായിരുന്നു എന്ന് സംശയിക്കുന്ന ഒരു ബോട്ടിന് നേരെ US സൈന്യം നടത്തിയ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട്. US സദേൺ കമാൻഡാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കൊല്ലപ്പെട്ടവരെ നാർക്കോ ഭീകരർ എന്നാണ് US സൈന്യം വിശേഷിപ്പിച്ചത്. ഇവരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്നാൽ പുറത്തുവിട്ടിട്ടില്ല. ആക്രമണത്തിൽ US സൈനികർക്ക് പരിക്കേറ്റിട്ടില്ല എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ട്രംപ് അധികാരത്തിലെത്തിയ ശേഷം ലഹരിമരുന്ന് മാഫിയകൾക്കെതിരെ ശക്തമായ നടപടികളാണ് US സ്വീകരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഓപ്പറേഷൻ സദേൺ സ്പിയർ എന്ന പേരിൽ ആരംഭിച്ച സൈനിക നീക്കങ്ങൾ കരീബിയൻ കടലിലും പസഫിക് സമുദ്രത്തിലും തുടരുന്നുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ ലഹരിമരുന്ന് കടത്ത് തടയാൻ നടത്തിയ ഇത്തരം സൈനിക നീക്കങ്ങളിൽ ഇതുവരെ 170-ലധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്ക്. വിചാരണ കൂടാതെ ഇത്തരം വധശിക്ഷകൾ നടപ്പിലാകുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് എന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ ഉൾപ്പെടെയുള്ള മനുഷ്യാവകാശ സംഘടനകൾ ഇതിനോടകം തന്നെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ ലഹരിമരുന്ന് കടത്ത് തടയാൻ ഇത്തരം കടുത്ത നടപടികൾ അനിവാര്യമാണ് എന്നാണ് US പ്രതിരോധ വകുപ്പിന്റെ നിലപാട്. ലഹരി മാഫിയകൾക്കെതിരായ നീക്കങ്ങൾ വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് സൂചന. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഈ ആക്രമണങ്ങളെ ലഹരി കടത്ത് വിരുദ്ധ യുദ്ധം എന്ന പേരിൽ ന്യായീകരിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അതൊരു പുതിയ തരത്തിലുള്ള സൈനിക ഇടപെടലായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളിൽ 180ഓളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇവർ യഥാർത്ഥത്തിൽ കുറ്റവാളികളാണോ എന്നതിനെ കുറിച്ച് വ്യക്തമായ തെളിവുകൾ പോലും പുറത്തു വന്നിട്ടില്ല എന്നതാണ് കൂടുതൽ ആശങ്കയുണർത്തുന്നത്. ഇത് വെറും ഒരു ഓപ്പറേഷൻ മാത്രമല്ല, ഇത് യുദ്ധത്തിന്റെ മാനദണ്ഡങ്ങൾ തന്നെ മാറ്റുന്ന നീക്കമാണ്. രാജ്യാതീത ജലപരിധിയിൽ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ കപ്പലുകൾ തകർത്ത് ആളുകളെ കൊന്നൊടുക്കുന്ന രീതിയിലേക്ക് അമേരിക്ക നീങ്ങുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളെയും മനുഷ്യാവകാശ ചട്ടങ്ങളെയും വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. നിരവധി മനുഷ്യാവകാശ സംഘടനകളും നിയമവിദഗ്ധരും ഈ ആക്രമണങ്ങളെ നിയമവിരുദ്ധ കൊലപാതകങ്ങൾ എന്ന് വിശേഷിപ്പിച്ച് ശക്തമായി വിമർശിച്ചിട്ടുണ്ട്. അതേസമയം ഈ നീക്കങ്ങൾ ഒറ്റപ്പെട്ടവയല്ല എന്ന് കാണിക്കുന്നതാണ് മിഡിൽ ഈസ്റ്റിലെ സാഹചര്യങ്ങൾ. ഇറാനെതിരെ നാവിക ഉപരോധം ഏർപ്പെടുത്തുകയും കപ്പലുകൾ പിടിച്ചെടുക്കുകയും ആവശ്യമെങ്കിൽ ആക്രമിക്കാൻ പോലും ഉത്തരവിടുകയും ചെയ്തിരിക്കുന്ന അമേരിക്ക ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരേ സമയം സൈനിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയാണ്. ഇതോടെ യുദ്ധം ഒരു പ്രദേശപരമായ സംഘർഷമല്ലാതെ ആഗോളതലത്തിൽ വ്യാപിക്കുന്ന ഭീഷണിയിലേക്ക് നീങ്ങുകയാണ്. ഇവിടെ ഉയർന്ന പ്രധാന ചോദ്യം, അമേരിക്ക യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുകയാണോ അല്ലെങ്കിൽ അവയെ കൂടുതൽ വഷളാക്കുകയാണോ? കാരണം സമാധാന ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് ഇത്തരത്തിലുള്ള സൈനിക ആക്രമണങ്ങൾ പല ഭാഗങ്ങളിൽ തുടരുന്നത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമമല്ല, മറിച്ച് അതിനെ കൂടുതൽ ശക്തമാക്കാനുള്ള അല്ലെങ്കിൽ പ്രകോപിപ്പിക്കാനുള്ള ശ്രമമാണെന്ന സംശയമാണ് ശക്തിപ്പെടുത്തുന്നത്. ഇന്നത്തെ അവസ്ഥയിൽ ലോകം ഒരു അപകടകരമായ വഴിത്തിരിവിലാണ്. നിയന്ത്രണമില്ലാത്ത സൈനിക ശക്തി പ്രയോഗം, തെളിവുകളില്ലാത്ത ലക്ഷ്യങ്ങൾ, നിരന്തരം ഉയരുന്ന മരണസംഖ്യ, ഇവയൊക്കെ ചേർന്നാൽ ഇതൊരു പരിമിത ഓപ്പറേഷൻ എന്ന പരിധി കടന്നൊരു ഭീകര യുദ്ധരൂപം എടുക്കുന്നു എന്നത് വ്യക്തമാവുകയാണ്. ഈ സംഭവങ്ങൾ ഒരു മുന്നറിയിപ്പാണ്. ശക്തി തെളിയിക്കാൻ തുടങ്ങുന്ന യുദ്ധങ്ങൾ പലപ്പോഴും നിയന്ത്രണാതീതമായി വ്യാപിക്കുന്നു. ഇപ്പോൾ ചോദ്യം ഒന്നാണ്, ഈ ആക്രമണങ്ങൾ അവസാനിക്കാൻ പോകുന്നുണ്ടോ അല്ലെങ്കിൽ ലോകം കൂടുതൽ വലിയൊരു സംഘർഷത്തിന്റെ അരികിലേക്കാണോ നീങ്ങുന്നത്?